ഒരു വ്യവസായിയുടെ പരാതിയും കത്തും ചോർന്നതിനെ ചൊല്ലി CPIM-നെ ചുറ്റിപ്പറ്റി വിവാദം ചൂടുപിടിക്കുകയാണ്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണോ ഈ വിവാദമെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ PB രഹസ്യം ചോർന്നു എന്ന മട്ടിലെല്ലാം ആ വിവാദം അങ്ങനെ കൊഴുത്തുകൊണ്ടേയിരിക്കുകയാണ്. വ്യക്തിവൈരാഗ്യത്തിനും കുടുംബ വഴക്കിനും മീതെ ഉയർന്ന ഒരു പരാതിയെ വിഭാഗീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമം നടന്നുവെന്ന വാർത്തകളും വരുന്നുണ്ട്. എന്താണ് CPIM-നെ ചുറ്റിപ്പറ്റി ഉയരുന്ന ഈ പരാതി? എന്താണ് അതിൽ നിന്ന് വെളിവാകുന്ന വസ്തുതകൾ? ആദ്യം വ്യക്തത വേണ്ടത് ഈ അടിസ്ഥാന പ്രശ്നത്തിലാണ് എന്ന് RDX കരുതുന്നു. RDX വ്യവസായികളായ ഷെർഷാദും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ളത് തികച്ചും വ്യക്തിപരമായ പ്രശ്നങ്ങൾ. എന്നാൽ ഇത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയെ തന്നെ ബാധിക്കുന്ന വിഷയമായി പൊടുന്നനെ മാറുകയായിരുന്നു. CPIM-ന്റെ UK ഘടകത്തിൽ പ്രവർത്തിക്കുന്ന രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നേരത്തെ പാർട്ടി ചുമതലയുണ്ടായിരുന്ന അശോക് ദാവ്ളയ്ക്കാണ് ഷെർഷാദ് പരാതി നൽകിയത്. ഈ പരാതി രാജേഷ് കൃഷ്ണയ്ക്ക് ചോർന്നു കിട്ടിയെന്നും ഡൽഹി കോടതിയിൽ രാജേഷ് സമർപ്പിച്ച മാനനഷ്ട കേസിൽ അനുബന്ധ രേഖയായി സമർപ്പിച്ചെന്നും കാണിച്ച് ജനറൽ സെക്രട്ടറി MA ബേബിക്ക് ഷെർഷാദ് മറ്റൊരു പരാതിയും നൽകി. കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷെർഷാദിനെ ഫോണിൽ വിളിച്ച് കത്തിലെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. MV ഗോവിന്ദനെതിരെ പഴയ കത്ത് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പുതിയ വിവാദം. ഇതിനിടെ പരാതിക്കാരനെതിരെ മുൻ പങ്കാളിയും ചലച്ചിത്ര സംവിധായികയുമായ റത്തീന PT ഗുരുതര ആരോപണങ്ങളുമായി എത്തി. ഇപ്പോൾ വരുന്ന വാർത്തയെല്ലാം കുടുംബ വഴക്കും താനും മുൻ പങ്കാളിയും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യവുമായി ബന്ധപ്പെട്ടതെന്ന് റത്തീന പറയുന്നു. 2024 നവംബറിൽ നിയമപരമായി ഷെർഷാദിൽ നിന്ന് വിവാഹമോചനം നേടി. ഇപ്പോഴും താൻ സുരക്ഷിതയല്ലെന്നും മുൻ പങ്കാളി പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്നും റത്തീന ആരോപിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒരു രഹസ്യ പരാതി ഇവിടെ ചോർന്നിട്ടുണ്ടോ? CPIM PBക്ക് വ്യവസായി നൽകിയ പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പം കോടതിയിലെത്തി എന്നായിരുന്നല്ലോ വാർത്ത. ചോർന്നത് പാർട്ടി കോൺഗ്രസിലെ ലണ്ടൻ പ്രതിനിധി രാജേഷ് കൃഷ്ണ വിവാദവുമായി ബന്ധപ്പെട്ട പരാതിയാണ്. രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിൽ സമർപ്പിച്ച രേഖകളിൽ PBക്ക് നൽകിയ പരാതിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പാർട്ടി കോൺഗ്രസിൽ നിന്ന് നീക്കിയത് ഈ വ്യാജ പരാതി പ്രകാരമാണ് എന്ന് രാജേഷ് കൃഷ്ണ പറഞ്ഞു. ചെന്നൈയിലെ വ്യവസായി ഷെർഷാദ് PBക്ക് നൽകിയ പരാതിയാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. പരാതി ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷെർഷാദ് MA ബേബിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരൊറ്റ പരാതിയിന്മേൽ മാത്രമല്ല നടപടി എന്നും രാജേഷ് കൃഷ്ണ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നീട് പരാതി ചോർത്തിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷെർഷാദ് നൽകിയ കത്തും പുറത്തു വന്നിട്ടുണ്ട്. പരാതി ചോർത്തി നൽകിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണ് എന്നാണ് ഈ കത്തിലുള്ളത്. കണ്ണൂരിലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷെർഷാദിനെ വിളിച്ച് കത്തിലെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു എന്നത് ആധികാരികതയോടെ ന്യൂസ് മലയാളം അറിഞ്ഞ വിഷയമാണ്. MV ഗോവിന്ദനെതിരെ ആ പഴയ കത്ത് ഉപയോഗിച്ചെന്നാണ് പുതിയ വിവാദം. ഈ വിവാദത്തിൽ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. വ്യവസായി ഷെർഷാദിനെതിരെ ആരോപണവുമായി മുൻ ഭാര്യയും സംവിധായികയുമായ റത്തീന രംഗത്തെത്തി. പരാതിയുടെയും കത്തിൻ്റെയും അടിസ്ഥാനം കുടുംബ വഴക്കും വ്യക്തിവൈരാഗ്യവുമാണ് എന്നാണ് റത്തീന പറഞ്ഞത്. താൻ സുരക്ഷിതയല്ല, ഷെർഷാദ് പിന്തുടർന്ന് ആക്രമിക്കുന്നുവെന്ന് റത്തീന ആരോപിച്ചു. യൂട്യൂബർക്ക് ഇന്റർവ്യൂ നൽകി സ്വഭാവഹത്യയടക്കം നടത്തി. മലയാളത്തിന്റെ മഹാനടനെ വരെ ഈ കേസുമായി ചേർത്ത് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. ഒന്നും ഏശാതായപ്പോഴാണ് പാർട്ടിക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് എന്നും റത്തീന ആരോപിക്കുന്നു. രാജേഷ് കൃഷ്ണയും ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിന്റെ പ്രതികാരമാണ് ഷെർഷാദിന്റെ ആരോപണങ്ങളെന്ന് രാജേഷ് കൃഷ്ണ പറയുന്നു. ചർച്ചയായ ഷെർഷാദിന്റെ പരാതി സോഷ്യൽ മീഡിയയിൽ അയാൾ തന്നെ പങ്കുവച്ചതാണ് എന്നും രാജേഷ് കൃഷ്ണ വിശദീകരിക്കുന്നുണ്ട്. സനീഷ്, എന്തായാലും ഇതിപ്പോൾ സ്വാഭാവികമായും CPIM ഉണ്ട്, വ്യവസായിയുണ്ട്, വാർത്താമൂല്യമുണ്ട്, സംവിധായികയുണ്ട്, ഒരു സംവിധായികയുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഇതിൻ്റെ ആ വാർത്താമൂല്യത്തെ ഒരു തരിമ്പും ചോരാതെ തന്നെ പ്രധാനപ്പെട്ട പത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതായത് ഒരു പേജൊക്കെ പൂർണ്ണമായി തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താ സനീഷിന് തോന്നുന്നത്? സത്യത്തിൽ എനിക്ക് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോട് വലിയ പാവം തോന്നും. ഈ വാർത്ത ആദ്യം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ചിരിയും പിന്നീട് വലിയ ഒരു പാവം പാർട്ടി എന്ന് ഈ CPM-നോട് കുറിച്ച് തോന്നുകയും ചെയ്തു. കാരണം PB രഹസ്യം ചോർന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പത്രങ്ങളിൽ ഒന്ന്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള, നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ 2ാമത്തെ ദിവസം വലിയ വാർത്ത, PB രഹസ്യം ചോർന്നു. രാജ്യത്തെ ലോകത്തെല്ലായിടത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രഹസ്യം എന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇരുമ്പ് മറക്കകത്തായിരിക്കും അവരുടെ കാര്യം. രഹസ്യം എന്നത് വളരെ വലിയ സംഗതിയാണ്. പോളിറ്റ് ബ്യൂറോ എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഏറ്റവും ഉന്നതമായ ഘടകമാണ്. ഏത് ചെറിയ രാജ്യത്ത് ചെറുതായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങളുടെ PB എന്ന് വെച്ചാൽ വലിയ സംഗതിയാണ്. ആ PBക്കകത്തെ രഹസ്യം എന്ന് വെച്ചാൽ അത്രമേൽ പ്രമാദമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും. അപ്പോൾ PB രഹസ്യം ചോർന്നു എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള, ഇപ്പോൾ 2ാം തവണയും ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ഫ്രണ്ടിൽ PB രഹസ്യം ചോർന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും നോക്കും, ഏത് മനുഷ്യനും നോക്കും. അങ്ങനെ നോക്കിയാൽ എന്താ PB രഹസ്യം?
1, 2, 3 വർഷം മുമ്പ് ഒരു മനുഷ്യൻ പരാതി എഴുതിയിട്ട് അയാൾ ഈ പാർട്ടി നേതൃത്വത്തിന് അയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലും സോഷ്യൽ മീഡിയയിലും പ്രദർശിപ്പിച്ച സാധനമാണ്. ആ കത്താണ് PB രഹസ്യമായിട്ട് ഈ ലേഖകൻ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഹർഷനെതിരെ, ഹർഷൻ കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കുക, ഇവിടുത്തെ ഈ പ്രാദേശികമായിട്ട് നെട്ടൂർ അങ്ങാടിയിലൊരു കോൺഗ്രസ്സുകാരനാണ് ഹർഷൻ. ഞാനും ഹർഷനും തമ്മിൽ വഴക്കുണ്ടായി. ഞാനപ്പോൾ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി AICC ആസ്ഥാനം ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഹർഷനെതിരെ ഒരു പരാതി എഴുതിയിട്ട് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് അയച്ചു. അവിടെ കിട്ടിയോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാനതെടുത്ത് എൻ്റെ ഫേസ്ബുക്കിലിട്ടു, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ടു. കുറേ കഴിയുമ്പോൾ ഇതുകൊണ്ട് അനക്കമില്ലാണ്ടാകുമ്പോൾ ഒരു പത്രവാർത്ത കൊടുക്കുകയാണ്, മാതൃഭൂമി ഫ്രണ്ടിൽ പേജ് കൊടുക്കുകയാണ്, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ രഹസ്യം ചോർന്നു എന്ന് പറഞ്ഞാൽ എത്രക്ക് പരിഹാസ്യമായിരിക്കുമോ അത്രക്ക് പരിഹാസ്യമായ വാർത്തയാണ് ഈ വന്നിരിക്കുന്നത്. അത് അങ്ങേയറ്റം. ഇന്നിപ്പം ഹർഷൻ പറഞ്ഞല്ലോ ഒരു ഫുൾ പേജ് മനോരമ ഇന്ന് അതിനുവേണ്ടി വെച്ചു എന്ന്. ഞാനതിൽ അത്ഭുതം കാണുന്നില്ല. അതിൻ്റെ കാരണം ഹർഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനോരമ ചെയ്തതിൽ തെറ്റില്ല, 1.5 പേജ് ചെയ്തതിലും മനോരമ ചെയ്തതിൽ തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാതൃഭൂമിയുടെ വാർത്തയിലൂടെ ഉണ്ടായി വന്ന വിവാദത്തിൽ എന്തൊക്കെയുണ്ട് നേരത്തെ ഹർഷൻ പറഞ്ഞു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ മകൻ, CPM എന്ന രാഷ്ട്രീയ പാർട്ടി, റത്തീന എന്ന സംവിധായിക, ഒരു വ്യവസായി ബാംഗ്ലൂരുകാരൻ, ഒരു വ്യവസായി ലണ്ടൻ, ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ രഹസ്യം പാർട്ടി PB രഹസ്യം എന്ന് മറ്റേ പത്രം എഴുതിയതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാമത് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് 1.5 പേജ് വാർത്തയാകാനുണ്ട്. ഇത്രയും സാധനങ്ങളെല്ലാം വെച്ചതിൻ്റെ വാർത്ത നമ്മളും കൊടുത്തുള്ള വാർത്ത കൊടുക്കാം. പക്ഷേ ആദ്യ വാർത്ത പരിഹാസ്യമായതാണ്, പരിഹാസ്യമായ വാർത്ത. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത്. അപ്പോൾ ആണ് ഈ റത്തീന എന്ന് പറയുന്ന സംവിധായിക, ഇപ്പോൾ രാജേഷ് കൃഷ്ണയൊക്കെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം, റത്തീന എനിക്ക് അങ്ങനെ പരിചയമില്ല, സംവിധായിക എന്ന നിലക്ക് പരിചയമുണ്ട്, അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. റത്തീന എന്ന സംവിധായിക അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിനകത്ത് എൻ്റെ മുൻ ഭർത്താവ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നടന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹി കെട്ടിട്ട് അയാൾ ഇപ്പോൾ പാർട്ടിയെ കൂടെ അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ള മറ്റുമാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി അതെന്താണ്. അപ്പോൾ ഞാൻ അവരെ പറ്റി പരിശോധിക്കുമ്പോൾ അവർ ആദ്യം പുഴു എന്ന സിനിമയുടെ സംവിധായകൻ നിലക്ക് നന്നായിട്ടറിയാം, നല്ല പടമാണ്, അത് ഗംഭീരമായിട്ടുള്ള പടമാണ്. അവരെപ്പോലെ ഒരാൾ ഈ സിനിമാ മേഖലയ്ക്ക്, മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരാളാണ് എന്ന് അവരിതിനെ തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവരുടെ ആദ്യത്തെ ഉയരെ എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ്. കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അതിന് താഴെ ഒരു പേരുണ്ട്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ താഴെ മറ്റൊരു പേര് കാണാം. എന്താ അത്? ഷർഗ സന്ദീപ്. ഷർഗ സന്ദീപ് എന്തോ പ്രൊഡ്യൂസറോ മറ്റാണ്. ആരാ ഷർഗ സന്ദീപ്? PV ഗംഗാധരൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊതുപ്രവർത്തകനും മാതൃഭൂമി പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്ന ആളിൻ്റെ മകളാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും അവർ മാതൃഭൂമി പത്രവുമായി ബന്ധമുണ്ടെന്നാണ്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ഒക്കെ മാതൃഭൂമിൻ്റെ ആണെന്നാണ് എൻ്റെ ബോധ്യം. ഇപ്പോഴത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല, അതിൻ്റെയൊക്കെ ആളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഉയരെ പടം ഇറങ്ങിയിട്ട് കുറേ വർഷമായി, അത് കഴിഞ്ഞിട്ടാണ് അവർ പുഴു സംവിധാനത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ ഉയരെ പടമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹപ്രവർത്തകരാണല്ലോ. ഈ റത്തീന എന്ന് പറയുന്ന സ്ത്രീയുടെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ അറിയാത്തവരായിരിക്കുമോ ഷർഗ സന്ദീപ്? ആയിരിക്കില്ല. അപ്പോൾ ഷർഗ സന്ദീപ് എന്ന് പറയുന്ന മാതൃഭൂമിയായിട്ട് ബന്ധമുള്ള ആൾ തന്നെയും അവിടെ ഉണ്ടായിരിക്കെ ഈ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെന്നും ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരിങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇയാൾ പലപ്പോഴായിട്ട് കത്തെഴുതുകയാണെന്നൊക്കെ അറിയാവുന്ന ഈ ഷർഗ സന്ദീപിൻ്റെ പത്രത്തിൽ ഈ കാര്യം അടിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 1-2 ആളോട് വിളിച്ചപ്പോൾ എന്നോട് സുഹൃത്ത് പറഞ്ഞു അതിൻ്റെ കാരണം രമേശ് ചെന്നിത്തല ഈ മാതൃഭൂമി പത്രത്തിൻ്റെ ശ്രേയംസ് കുമാറിനെ പോയി കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള ചില മുന്നണി മാറ്റ ആലോചനകളുടെ കൂടെ ഭാഗമായിട്ടാണ് പുതിയൊരു വാർത്ത ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പ്രക്ഷേപണം ചെയ്യുക. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യും, മറ്റു പത്രങ്ങൾ കൂടെ ഏറ്റെടുക്കും, ഒരുപാട് സ്പൈസി സംഗതികളുള്ളതാണ്, അതിനുവേണ്ടി ചെയ്തതാണ് എന്ന് അയാൾ എന്നോട് പറഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിച്ചു. അതായത് ഞാൻ ഈ കാര്യങ്ങൾ എന്താണ് നടക്കുന്നതെന്നൊരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ എന്നെ പറ്റിച്ചിട്ട് ഇമാതിരി പരിഹാസ്യമായുള്ള വാദം പറയരുത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇത് മാതൃഭൂമി രമേശ് ചെന്നിത്തല ഒരു അക്ഷരം പോലും ഈ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, ഇത് സെക്രട്ടറിയുടെ മകൻ ഒക്കെയുള്ള കാര്യത്തിൽ വേണമെങ്കിൽ രമേശ് ചെന്നിത്തല മറ്റൊരു പാർട്ടിയുടെ ആളായതുകൊണ്ട് രമേശ് ചെന്നിത്തലക്ക് പറയാം എന്ന് മാത്രമല്ല VM സുധീറിനും BD സതീശനും പ്രതികരിച്ചു. പക്ഷേ അവരുടെ ഒരു പരിധി വിട്ടിട്ടൊന്നും ഇങ്ങനൊരു വിഷയം വന്നാൽ അവർ പറയണമല്ലോ, എതിർ പാർട്ടിയുടെ പ്രതിപക്ഷത്തെ പാർട്ടിയുടെ ആളുകളാണ്, അവർ പറയണമല്ലോ എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതവിടെ വെച്ചേക്ക്, അത് രാഷ്ട്രീയമായിട്ടെന്തോ വലിയ മുന്നണി മാറ്റത്തിൻ്റെ കഥയൊക്കെ ഉണ്ടെന്ന് അവിടെ വെച്ചേക്ക്. പക്ഷേ ഈ മാതൃഭൂമിക്കകത്ത് ഈ വന്നിരിക്കുന്ന വാർത്ത പരിതാപകരമാണ് എന്ന് പറയാതിരിക്കുക വയ്യ. അത് എഴുതിയാൾ നമ്മുടെ സുഹൃത്താണ് എന്ന് ആലോചിക്കുമ്പോൾ, പക്ഷേ ഇത് പറയാതെ പോകുന്നത് എങ്ങനെയാണ്? നമ്മളിതിനെ വ്യക്തിപരമായിട്ടുള്ള സംഗതികളായിട്ടല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടും ഒപ്പം നമ്മളടക്കം ചെയ്യുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകർ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ സ്വയം ഫേസ്ബുക്ക് പേജിലേക്ക് ഇട്ട കത്ത് PBക്ക് അയച്ചത് കൊണ്ട് അത് PB രഹസ്യമാണെന്ന് പറഞ്ഞാൽ അത് വായിക്കുന്ന ആളുകളോട് ചെയ്യുന്നൊരു പരിഹാസ്യമായ നിലയല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനോരമയുടെ വാർത്തയെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. റൈറ്റ്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കത്ത് മാത്രമല്ല, ഈ പറയുന്ന ഈ യൂട്യൂബ് ചാനൽ വഴി ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ ഈ കത്തിലെ ആരോപണങ്ങളെല്ലാം ഇയാൾക്ക് വിശദീകരിക്കാനുള്ള അവസരവും മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടതാണ് അതിൻ്റെ ചില സംഗതികളൊക്കെ. അതുമാത്രമല്ല, ഈ കത്ത് പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ആ കത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ
പിന്നെ അയാൾ ഈ പണി ചെയ്യാൻ യോഗ്യനല്ല. കാരണം കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകർക്കും അന്നേ കയ്യിൽ കിട്ടിയതാണ് ഈ കത്ത്. നമ്മുടെ സ്ക്രീൻ അപ്പോൾ അതാ പറഞ്ഞത്, ആ കത്ത് പക്ഷേ അന്ന് ഈ കത്ത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം കിട്ടിയതാണ്. അന്നൊന്നും ഇത് വാർത്തയല്ല. കഴിഞ്ഞ 4 വർഷമായി ഇത് വാർത്തയല്ല. മാത്രമല്ല, ഈ വിവാദങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം നടക്കുമ്പോഴും ഇപ്പം ഇന്നിപ്പോൾ സംവിധായകർ റത്തീനെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ കാലം കൂടി നമ്മളൊന്ന് ഓർക്കണമല്ലോ. കാരണം ആ സമയത്ത് ഇവർ ഈ പുഴു എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്ത് അനുഭവിച്ച സങ്കീർണമായ അവസ്ഥകളെ കുറിച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട്. അവർ ഈ മലയാളത്തിലെ ഏറ്റവും പ്രമുഖയായ സംവിധായകന്മാരിൽ ഒരാളാണല്ലോ. അക്കാര്യത്തിൽ ഏതായാലും തർക്കമൊന്നുമില്ലല്ലോ. കാരണം അവരത് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടല്ലോ നമുക്ക് മുന്നിൽ. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വിവാദത്തെ ഏതൊക്കെ തലത്തിൽ കത്തിച്ചു നിർത്താം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അതിനെ ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം, അതിൽ പാർട്ടിക്കുള്ളിൽ നിന്നും ചിലർക്ക് വിഭാഗീയതയുടെ ഒരു തലത്തിൽ ഈ വിഷയത്തെ നോക്കിക്കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കരുതുന്നതല്ല, നമ്മളേതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തോട് അന്വേഷിക്കുന്നതും കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതും ഈ പരാതിയെക്കുറിച്ച് ചോദിച്ചറിയുന്നതുമൊക്കെ പാർട്ടിയിലെ തന്നെ ചില ഉന്നതർ ഇതിനിടയ്ക്ക് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതായത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ എല്ലാവർക്കും ഒരു വിഷയം കിട്ടിയിരിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു മര്യാദയില്ലാത്ത പരിപാടി കൂടി ഇതിനകത്ത് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം മുമ്പേ അറിയാവുന്ന ഒരു വിഷയം, മുമ്പേ കയ്യിൽ കിട്ടിയ വിഷയം, പക്ഷേ ഇതിനകത്ത് വാർത്താമൂല്യം എന്നത് CPIM-ന്റെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാജേഷ് കൃഷ്ണ എന്ന വ്യക്തിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്ന നിലയ്ക്കാണ് ഇതിന്റെ വാർത്താമൂല്യം നിൽക്കുന്നത്. അതിനെ ഈ മട്ടിലാണോ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, മാതൃഭൂമിയുടെ വാർത്തയെക്കുറിച്ച് സനീഷ് പറഞ്ഞല്ലോ. അവിടെ റത്തീനയിലേക്ക് എത്താൻ തക്കവണ്ണം ആദ്യ വാർത്ത പ്ലേസ് ചെയ്തപ്പോൾ അതിന്റെ ലേഔട്ടിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. അതുകൂടി അത് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. കാരണം അതുവരെ അത്ര ശ്രദ്ധയോടെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതൊരു മര്യാദയില്ലാത്ത പരിപാടിയാണ് എന്നുള്ള കാര്യം. അതായത് പാർട്ടിക്കകത്തെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഇവർ സിനിമ സംവിധായക എന്ന നിലയ്ക്ക് ഇവരുടെ ബന്ധം കിടക്കുന്നത് മാതൃഭൂമിയുടെ തന്നെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. അതെ, എന്തായാലും വ്യക്തിപരമായ തർക്കങ്ങളും വൈരാഗ്യവും ഒരു സംഘടനയുടെ തലവേദനയായി മാറുന്ന സവിശേഷമായ ഒരു സന്ദർഭമാണിത്. പക്ഷേ ഇവിടെ നടക്കുന്നത് അടിസ്ഥാനപരമായി തെറ്റിദ്ധരിപ്പിക്കലാണെന്നാണ് RDXന്റെ ഉത്തമ ബോധ്യം. അടിസ്ഥാനപരമായി ടോക്സിക് മനോനിലയുടെയും ഗാർഹിക പീഡനം വരെ ചെന്നെത്തിയ സ്ത്രീവിരുദ്ധതയുടെയും നീതി നിഷേധത്തിന്റെയും ഭാഗങ്ങളൊക്കെ ഇതിലുണ്ട്. നിയമപരമായി വ്യവഹാരം നടന്ന് കോടതികൾ നീതിപൂർവമായ വിധിന്യായങ്ങൾ എത്തിയതുമാണ്. വർഷങ്ങളോളം ന്യൂസ് ഡെസ്കുകൾ പേജ് 3 കണ്ടന്റ് എന്ന് കണ്ട് ന്യൂസ് ഡെസ്കുകളൊക്കെ അവഗണിച്ച ഒരു പരാതിയാണ് ചില ഉപജാപ ഏർപ്പാടുകളിൽ പൊടുന്നനെ ചർച്ചയായി മാറുന്നത്. പോളിറ്റ് ബ്യൂറോ രഹസ്യം ചോർന്നു എന്ന മട്ടിലൊക്കെ അതിനെ വലുതാക്കുന്നത് RDX തമാശയായിട്ടേ കരുതുന്നുള്ളൂ. താനിപ്പോൾ സുരക്ഷിതയല്ല എന്ന് അറിയപ്പെടുന്ന ഒരു കലാകാരി പറയുന്നത് ഗൗരവമായി കാണണമെന്ന് മാത്രമാണ് RDXന് ഇതിൽ പറയാനുള്ളത്.